റിയാസ് മൗലവി കൊലപാതക കേസ് വിവാദമായതോടെ കാസർഗോഡ് ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. ചൂരിപ്പള്ളി പ്രദേശത്ത് CRPF-നെ വിന്യസിച്ചു. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഈ സുരക്ഷ ശക്തമാക്കാനുള്ള സാഹചര്യം? വേണു, ഈ റിയാസ് മൗലവി കൊലപാതക കേസ് അതിന്റെ വിധി ചർച്ചയായതോടുകൂടി അത് രാഷ്ട്രീയ വാക്പോരിന് അടക്കം ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ പഴയ സംഭവത്തിലേക്ക്, അതായത് റിയാസ് മൗലവി കൊലപാതകം ഉണ്ടാവുന്നതിന് മുൻപ് വർഗീയ സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു പ്രത്യേകിച്ച് ഈ കാസർഗോഡ് നഗരം. അതുപോലെയുള്ള ഒരു സംഘർഷ ഭീകരാന്തരീക്ഷത്തിലേക്ക് ഇനിയും പോകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി ജാഗ്രത പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. CRPF ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളെ കാസർഗോഡ് നഗരത്തിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു. ഒപ്പം കൂടുതൽ പോലീസ് സംഘത്തെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ ചൂരിപ്പള്ളി, റിയാസ് മൗലവി കൊലപാതകം നടന്ന സ്ഥലം ചൂരിപ്പള്ളി, ആ ചൂരിപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് RSSന്റെ ജില്ലാ കാര്യാലയവും അതുപോലെ തന്നെ BJPയുടെ ഓഫീസുമൊക്കെ. ആ പ്രദേശത്തൊക്കെ പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ നിയന്ത്രണങ്ങൾ നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ജാഗ്രതാ നിരീക്ഷണമൊക്കെ കർശനമാക്കിയിരിക്കുന്നു. കൂടുതൽ സേനാംഗങ്ങൾ നിയോഗിച്ചിരിക്കുന്നു. കാസർഗോഡ് നഗരത്തിൽ മാത്രം 100ഓളം പോലീസുകാരെയാണ് അധികമായി സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇന്നലെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. CA റാങ്ക് ഉൾപ്പെടെ മുകളിലേക്കുള്ള പോലീസുകാരൊക്കെ തന്നെ, DYSPമാര്, ജില്ലാ പോലീസ് മേധാവിയൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച യോഗം ആദ്യം ചേർന്നു. അതിനുശേഷമാണ് ഈ ഒരു ജാഗ്രത സംബന്ധിച്ച്, അതായത് റിയാസ് മൗലവി കൊലപാതക കേസിന്റെ വിധി വന്നതിന് ശേഷം ജില്ലയിൽ പാലിക്കേണ്ട ജാഗ്രത സംബന്ധിച്ചുള്ള യോഗം അത് ഇന്നലെ SP ഓഫീസിൽ ചേർന്നത്. എന്തായാലും കനത്ത ജാഗ്രതയിലാണ് കാസർഗോഡ് ജില്ല. ഒരു അനിഷ്ട സംഭവം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ നിയന്ത്രണങ്ങളും പോലീസ് കൈക്കൊള്ളുന്നുണ്ട്. ഒപ്പം സർക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട അതിൽ തുടർ അപ്പീൽ പോകാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നുണ്ട്. ഈ കേസിന്റെ ആദ്യഘട്ടം മുതലുള്ള അന്വേഷണ ഫയലുകളൊക്കെ തന്നെ ഒന്നുകൂടി പുനഃപരിശോധിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് സംഘമായിരിക്കും ഈ ഫയലുകളൊക്കെ തന്നെ പുനഃപരിശോധിക്കുക. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ജില്ലയിൽ ജാഗ്രത കർശനമാക്കിയിരിക്കുന്നത്. വേണു, ശരി. റിയാസ് മൗലവി വധക്കേസ് വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.